അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തു. ബീഫ് നല്ല അടിപൊളിയായിട്ട് പുട്ട് പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളതിൻ്റെ സ്റ്റോക്ക് തന്നെ ഒഴിച്ചിട്ട് നല്ല ചെയ്ത് ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബീഫ് ആഡ് ചെയ്യാൻ പോകണം. നമ്മളിന് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. ശർക്കര വേണ്ടവർക്ക് ശർക്കര ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ബിന്ദാലു റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം.